പ്രണയസഖി ഭാഗം 10. ദിവസങ്ങൾ ഒന്ന് രണ്ട് പെട്ടെന്ന് കടന്നുപോയി. ഗൗതം പൂജയോട് അങ്ങനെ മിണ്ടാറില്ല. നേരത്തെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അവളോട് വഴക്കിടുമെങ്കിലും ഇപ്പോൾ അതുപോലുമില്ല. അവൾക്ക് ഒരു കണക്കിന് അത് ആശ്വാസമായിരുന്നു. അവളുടെ മനസ്സ് അത്രയ്ക്ക് വിഷമിച്ച് കടന്നു പോകുമ്പോൾ അവൻ്റെ വായിൽ നിന്നുകൂടി ഓരോന്ന് കേൾക്കാൻ വയ്യായിരുന്നു. ഏതു നിമിഷവും തന്നെ തേടി വരുന്ന തൻ്റെ ഭൂതകാലം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. ഇപ്പോഴും കിരണിനെ മറക്കാനോ വെറുക്കാനോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പിരിഞ്ഞു പോയവരല്ലല്ലോ. പക്ഷേ അവനോട് ദേഷ്യമുണ്ട്. അവസാന നിമിഷം അവൻ വരാതെ മറ്റൊരാൾക്ക് തന്നെ വിട്ടുകൊടുത്തതിൽ, അവനു വേണ്ടി താൻ സഹിച്ച യാതനകൾ അവൻ അറിയാതെ പോയതിൽ. ഇപ്പോൾ അവളിൽ എന്തൊക്കെയോ സംശയങ്ങളാണ്. അവൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നുള്ള തോന്നൽ. എവിടെയൊക്കെയോ തനിക്ക് തെറ്റുപറ്റിയതുപോലെ. ഒന്നിനും പക്ഷേ അവളുടെ പക്കൽ ഉത്തരമില്ലായിരുന്നു, തെളിയിക്കാൻ തെളിവുകളും. പക്ഷേ കുറച്ചു ദിവസങ്ങളായി അവളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ കടന്നുകൂടി കഴിഞ്ഞിരുന്നു. അതിനൊക്കെ ഒരു ഉത്തരം തേടിയുള്ള യാത്രയിൽ കൂടിയാണ് അവളിപ്പോൾ. നീ ആ കൊച്ചിനെ പോയി വിളിച്ചുകൊണ്ട് വാ, കഴിക്കാൻ എടുത്തു വെക്കാൻ ഞാൻ. എവിടെ ഇരുന്ന് വിളിച്ചാൽ പോരെ, അവൾ കേട്ടോളും. ഗൗതം, ഞാൻ പറയുന്നത് നീ ആദ്യമൊന്ന് കേൾക്കൂ. ചെല്ല്, പോയി വിളിക്ക്, ആശ അവനോട് പറഞ്ഞു. അമ്മ പറഞ്ഞതും വലിയ താല്പര്യമില്ലാതെ അവൻ മുകളിലേക്ക് കയറി. അവൻ്റെ മനസ്സ് നിറയെ അവൾ കിരണിനെ കാണാൻ പോയതാണ്. ആ ദേഷ്യം കെട്ടടങ്ങാതെ ഇപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ട്. പോരാഞ്ഞിട്ട് അവൻ്റെ മനസ്സ് തന്നെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി അത് അങ്ങനെ നീറിപ്പുകഞ്ഞ് നിൽക്കുകയാണ് മനസ്സിൽ. അവളിലെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലോ അവൾ ചെയ്തത്. ഇനിയിപ്പോൾ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ എന്തിന് ആരോടും പറയാതെ പോയി? ഈ നിമിഷം വരെ എല്ലാം രഹസ്യമാക്കി അവൾ വെച്ചു. വാതിലിന് പുറത്തുവരെ വന്നു നിന്നിട്ട് അകത്തേക്ക് പതിയെ എത്തി നോക്കിയവൻ. ഫോണിൽ എന്തോ നോക്കുവാണ്. ഇനി അവൻ വിളിക്കുന്നുണ്ടോ ഇവളെ? ഗൗതമിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൂടി കടന്നു വന്നതോടെ അവൻ മുഷ്ടി ചുരുട്ടി അരിശത്തോടെ അകത്തേക്ക് കയറി. നിനക്ക് കഴിക്കാനും കുടിക്കാനുമൊന്നും വേണ്ടേ? പെട്ടെന്ന് ഡോർ തുറന്ന് അവൾ അകത്തേക്ക് വന്നതും അവൾ പേടിച്ചു പോയിരുന്നു. അവനെ കണ്ട വെപ്രാളത്തിൽ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് മേശയിലേക്ക് വെച്ച് കഴിഞ്ഞിരുന്നു. എപ്പോൾ നോക്കിയാലും ഈ ഫോണിനകത്തിങ്ങനെ കമഴ്ന്ന് കിടന്നാൽ മതിയല്ലോ. താഴെ നിന്ന് എത്ര നേരമായി നിന്നെ കിടന്ന് വിളിക്കുന്നു. അയ്യോ, അത് ഞാൻ കേട്ടില്ല. അല്ല, എങ്ങനെ കേൾക്കും നീ? ഞാൻ വന്നപ്പോഴല്ലേ പരിസരം പോലും അറിയുന്നത്. കൂടുതൽ ഞാൻ വെക്കാതെ കഴിക്കാൻ വരാൻ നോക്ക്. എത്ര മൂടി വെച്ചാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്നെങ്കിലും പുറത്തു വരും. അധിക നാൾ ഒളിപ്പിച്ചൊന്നും വെക്കാൻ പറ്റില്ല ഒരു കാര്യവും. അവൻ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കുകയെന്നവൾ. അവൻ തന്നെ സംശയിച്ച് ഓരോന്ന് പറയുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി കിരണിനെ കാണാൻ പോയതെങ്ങാനും അവൻ അറിഞ്ഞാലുള്ള അവസ്ഥ. ഇനി കിരണുമായി സംസാരിച്ച കാര്യം അവൻ അറിഞ്ഞിട്ട് അതും മനസ്സിൽ വെച്ചാണോ ഓരോന്ന് പറയുന്നത്? എല്ലാം കൂടി അവളെ വല്ലാതെ ഭയപ്പെടുത്തി. കഴിക്കാൻ അവനൊപ്പം ഇരിക്കുമ്പോഴും വീർത്ത് കെട്ടിയിരിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇടയ്ക്കിടെ അവൾ നോക്കുന്നുണ്ടായിരുന്നു. അവനൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്തേലുമൊക്കെ അവനോട് പറയാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ഏത് രീതിയിൽ എടുക്കുമെന്നറിയാതെ ഒന്നും മിണ്ടാൻ പറ്റില്ല. മോള് എന്താലോചിച്ചിരിക്കുക? എടുത്ത് കഴിക്കേ. ഒന്നും മിണ്ടാതെ അവനെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് തൻ്റെ പ്ലേറ്റിൽ വിളമ്പി വെച്ചിരിക്കുന്നത് കൊത്തിപ്പറുക്കി ഇരിക്കുന്നവളെ കണ്ട് ആശ പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് ഗൗതം പെട്ടെന്ന് തലയുയർത്തി അവളെ നോക്കി. അവൾക്കാണോ അമ്മയെ ആലോചിക്കാനില്ലാത്തത്? ഒരുപാടുണ്ടാവും. ആലോചനയൊക്കെ കഴിഞ്ഞ് പതുക്കെ കഴിക്കട്ടെ. വായിൽ വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക്. അതെന്താ, വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ആശ പറഞ്ഞതും ഗൗതം രൂക്ഷമായി നോക്കി രണ്ടാളെയും. അവന് താൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന് അവർക്ക് മനസ്സിലായി. പൂജ പെട്ടെന്ന് പ്ലേറ്റിലേക്ക് തല താഴ്ത്തി. നീ എന്താ ഇങ്ങനെ പറയുന്നത് ഗൗതം? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ആശ അവനെ നോക്കി കണ്ണുരുട്ടി അകത്തേക്ക് കയറിപ്പോയി. അവർക്കിടയിൽ താനും കൂടി നിന്നാൽ അവൻ എന്തേലുമൊക്കെ അവളോട് പറയുമെന്ന് അവർക്ക് തോന്നി. സ്വന്തം മകനാണെങ്കിലും അവൻ്റെ ഇങ്ങനത്തെ സ്വഭാവമൊന്നും അവർക്ക് ഇഷ്ടമല്ല. അമ്മ അകത്തേക്ക് പോയതും പൂജ അവൻ്റെ അടുത്ത് എത്രയും വേഗം കഴിച്ചിട്ട് കയറിപ്പോകണമെന്നുള്ള ചിന്തയോടെ വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. ഓ, എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ആയിരിക്കും ഇങ്ങനെ കഴിക്കുന്നത്. അവളൊന്നും മറുപടി കൊടുത്തില്ല. എന്തെങ്കിലും പറയാൻ പോയാൽ പിന്നെ അതിൻ്റെ പേരിൽ അടുത്ത വഴക്ക് തുടങ്ങും. അവസാന ഉരുളയും വായിലേക്ക് ഇട്ടിട്ട് വെള്ളവും കുടിച്ച് കൈ കഴുകാൻ പോകുന്നവളെ കണ്ട് അവൻ പല്ലു കടിച്ചു. അവൾ തന്നിൽ നിന്ന് ഓരോ ദിവസം അകന്നു പോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. അടുക്കാൻ മാത്രം ബന്ധമൊന്നുമില്ലാഞ്ഞിട്ടും അവനെന്തോ അത് സഹിക്കാൻ പറ്റിയില്ല. അമർഷത്തോടെ കഴിപ്പ് നിർത്തി അവൻ എണീറ്റ് പോയിരുന്നു അവൾക്ക് പിന്നാലെ. കുറച്ചകലിൽ നിന്ന് വിളിച്ചാലും ഇപ്പോൾ ആ ശബ്ദമറിയാം.
എപ്പോഴും പിന്നാലെ നടന്ന് വഴക്കുണ്ടാക്കുമല്ലേ. അത്ര വേഗം കാതിൽ നിന്ന് പോകില്ല ഉച്ചത്തിലുള്ള അവൻ്റെ സംസാരം. എന്താ? എനിക്ക് കേൾക്കാം, പറഞ്ഞു. നിനക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിൽ പറയാൻ വന്നത് എന്താ? നിനക്ക് നിൻ്റെ വീട്ടുകാർ വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റില്ല. എന്താ ഇത്ര തിരക്ക്? അതിനും മാത്രം. അതോ എൻ്റെ സംശയം പോലെ നീ അവരെയൊക്കെ ഉപേക്ഷിച്ച് വന്നതാണോ കാമുകനെ കെട്ടാൻ പറ്റാത്ത ദേഷ്യത്തിൽ? ഗൗതം പറയുന്നത് കേട്ട് അവളുടെ മുഖം ചുമന്നു. അവനെ തുറച്ചു നോക്കിയവൾ. എന്താടി ദഹിപ്പിച്ചു നോക്കുന്നത്? നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഇനിയും നോക്കും ഞാൻ. ഞാൻ വേണ്ടാത്തത് ഒന്നും പറഞ്ഞില്ല. നിന്റെ വീട്ടുകാരോട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ തന്നെയാ പറഞ്ഞത്. ഗൗതം പറയുന്നത് കൂടിയായപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. ഇനി അതിൻ്റെ പേരിൽ അവരെ ചോദ്യം ചെയ്യാനൊന്നും പോയേക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ആളാകില്ല ഞാൻ. എന്തിനാ വിളിച്ചത്? സ്വന്തം മോളോട് സംസാരിക്കാൻ അവളെ വിളിച്ചാൽ കിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ വിളിച്ചു. ഇത്ര ദിവസമായില്ലേ നാട്ടിലൊക്കെ സാധാരണ കല്യാണം കഴിഞ്ഞാൽ വിരുന്നിന് പോകുന്നൊരു ചടങ്ങുണ്ട്, അതിന് വിളിച്ചതാ. എന്നാ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതെന്നറിയാൻ. പൂജയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തോ കാര്യം കേട്ടതുപോലെ അവളുടെ മുഖം വീർത്തു. കൂടുതൽ മുഖം വീർപ്പിച്ച് കെട്ടിയിട്ടൊന്നും കാര്യമില്ല. നാളെ നമ്മൾ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അതെനിക്ക് നിൻ്റെ വീട്ടിൽ പോകാനുള്ള പോതി കൊണ്ടൊന്നുമല്ല. നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ. ഞാൻ എന്നിട്ടും കേട്ടില്ലിൽ മോശമല്ലേ? നിന്നെപ്പോലെയല്ല, അവർക്ക് ബോധവും വിവരവുമുണ്ട്. താൻ തന്നെ അങ്ങ് പോയാൽ മതിയെന്ന് പറയാൻ അവൾ നാമ് ചൊറിഞ്ഞെങ്കിലും ഒരക്ഷരം മിണ്ടാതെ അവൾ ദേഷ്യം കടിച്ചമർത്തി നിന്നു. ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരമില്ല. നാളെ രാവിലെ ഒരുങ്ങി നിൽക്കണം നീ. അത് എനിക്ക് നിർബന്ധമില്ല. ഈ ഇട്ട കോലത്തിൽ വന്നാലും അതൊക്കെ നിൻ്റെ ഇഷ്ടം. പക്ഷേ പോയിരിക്കും നമ്മൾ നാളെ നിൻ്റെ വീട്ടിലേക്ക്. കേട്ടല്ലോ? അവൾക്കതിന് സമ്മതിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. മോനെ, ചായ കുടിക്ക്. സുജിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഗൗതമിൻ്റെ ഒരാളുടെ നിർബന്ധം കാരണം വിരുന്നിന് വന്നതാണ് തൻ്റെ വീട്ടിൽ. വന്ന് കയറിയപ്പോൾ മുതൽ അമ്മ സുജയും അച്ഛൻ രാജുവും കൂടി മരുമകനെ വല്ലാത്ത സൽക്കാരമാണ്. ഇതെല്ലാം കണ്ടും കേട്ടും അടുത്തിരിക്കുന്നവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അതെങ്ങനെയാ? ചന്ദ്രോത് ഗൗതമല്ലേ വന്നേക്കുന്നത്, അപ്പോൾ പിന്നെ അതിൻ്റേതായ മര്യാദ കൊടുത്തല്ലേ പറ്റൂ. മനസ്സിൽ പറയുമ്പോൾ വല്ലാത്ത പുച്ഛമായിരുന്നു അവളിൽ നിറഞ്ഞത്. ഇയാളുടെ സ്വഭാവം എന്താണെന്ന് തനിക്കല്ലേ അറിയൂ. ഇവിടെ ഇപ്പം അറിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നുമില്ല. കാമുകൻ്റെ കൂടെ പോയെന്നുള്ള നാണക്കേട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വീണ് കിട്ടിയ അവസരം പോലെയല്ലേ ഇയാൾ വന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചും പതപ്പിച്ചും കൂടെ നിർത്തണ്ടേ? നിനക്ക് ചായയൊന്നും വേണ്ടേ പൂജ? അമ്മയുടെ ചോദ്യം കേട്ട് അവരെ രൂക്ഷമായി നോക്കിയവൾ. കല്യാണത്തിന് തലേന്ന് വരെ തന്നോട് എന്തൊക്കെ പറഞ്ഞ ആളാണ്. ഇന്നിപ്പോൾ കണ്ടില്ലേ എന്തൊരു സ്നേഹം. ഇതൊക്കെ കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നേ ഇല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാൾക്കല്ലേ നിർബന്ധം. എന്തു ചെയ്യാനാ? ഓരോന്നിനെ കെട്ടിപ്പോയാൽ പിന്നെ അവനൊക്കെ ചരട് വലിക്കുന്ന പാവയെ പോലെയല്ലേ പെണ്ണുങ്ങളുടെ ജീവിതം. എങ്ങനെയും തട്ടിക്കളിക്കാമല്ലോ. ഇനി കഴിക്കാൻ എടുക്കട്ടെ. അച്ഛൻ ഇത്രയും നേരം നിങ്ങളെ രണ്ടുപേരെയും നോക്കിയിരുന്നിട്ട് ഇപ്പം അങ്ങ് കവല വരെ ഇറങ്ങിയതേ ഉള്ളൂ. ഞാനങ്ങ് മറന്നു. എന്തായിരുന്നു അച്ഛൻ്റെ ജോലി? ഇവിടെ ടൗണിലെ മേൽ കണക്കെഴുത്ത്. വർഷങ്ങളായി അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഏത്? രാജേന്ദ്രൻ്റെയോ? അതെ, അത് തന്നെ. രാജേന്ദ്രൻ ചേട്ടൻ നല്ല മനുഷ്യനാണ് കേട്ടോ. ആ ശരിയാ, വീട്ടിൽ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ പക്ഷേ അയാളെ കണ്ടിട്ടില്ല. അവനൊരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ പൂജയ്ക്ക് ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ ഇരിക്കുവാണ്. ഞാൻ കഴിക്കാനെടുക്കാം. ഇത്രയും നേരമായില്ലേ? വന്നപ്പോൾ ചായ മാത്രം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിക്കാഞ്ഞത്. ഇനി വന്നേ, കഴിച്ചിട്ട് മതി ബാക്കി. സ്നേഹത്തോടെയുള്ള അവരുടെ സംസാരത്തിൽ ഗൗതമിന് എതിർപ്പ് പറയാൻ തോന്നിയില്ല. പൂജയോടുള്ള ദേഷ്യം അവളുടെ വീട്ടുകാരോട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരാണെങ്കിൽ അവനോട് വളരെ നല്ല രീതിയിലാണ് ഇടപെടുന്നത്. അവൻ എണീറ്റതും പൂജയും പിന്നാലെ ചെന്നു. അങ്ങനെ പോകാതെ തരമില്ലല്ലോ. ആകെയുള്ള ചേട്ടൻ മിണ്ടിയിട്ട് തന്നെ മാസങ്ങളായി. കിരണിൻ്റെ കാര്യം അറിഞ്ഞ് പ്രശ്നമായപ്പോൾ മുതൽ അവൻ സംസാരിക്കാറില്ല തന്നോട്. അതിനു മുൻപും അത്ര വലിയ സ്നേഹത്തിൽ കഴിഞ്ഞ സഹോദരങ്ങളൊന്നും ആയിരുന്നില്ല ഞങ്ങൾ. എങ്കിലും സ്നേഹമുണ്ടായിരുന്നു. ചേട്ടൻ പണ്ടേ ഉള്ളിൽ സ്നേഹം കണ്ടു നടക്കുന്ന ആളാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അധികം കമ്പനിക്ക് നിൽക്കാഞ്ഞതും. മറ്റുള്ള സഹോദരങ്ങളെപ്പോലെയുള്ള കൂട്ടുകൂടി നടപ്പൊന്നും ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഇല്ലാതെ ഇരുന്നത്. അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ പല കാര്യങ്ങളും ചേട്ടനോട് തുറന്നു പറയാമായിരുന്നു. കിരണിൻ്റെ കാര്യം അറിഞ്ഞതോടെ വലിയൊരു അകൽച്ചയ്ക്ക് തന്നെ അത് കാരണമായി. കല്യാണത്തിൻ്റെ തിരക്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്തതുകൊണ്ടാവും വിരുന്നിന് വരുമെന്നറിഞ്ഞിട്ടും വരാഞ്ഞത്. അതിലിൽ ഇപ്പോഴും മനസ്സിൽ ദേഷ്യമായിരിക്കും. ആ ദേഷ്യമൊന്നും അത്ര പെട്ടെന്ന് ഇനി മാറുകയുമില്ല. ഗൗതമിനെ കല്യാണം കഴിച്ചതുകൊണ്ട് വെറുപ്പൊന്നും ഉണ്ടാവില്ല, അത്രമാത്രം. പൂജ നെടുവീർപ്പോടെ
അവനൊപ്പം അകത്തേക്ക് പോയിരുന്നു. ഡെയിലി ഇടണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇടാൻ പറ്റാതെ വരും. ഇനി ഞാൻ എന്നും ഇടാൻ ശ്രമിക്കാം. കാത്തിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം.